പാത്തുദേവ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ്. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അവിയൽ. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത്: കുമ്പളം, മുരിങ്ങാക്കോല്, ക്യാരറ്റ്, കൊത്തമര, കോവക്ക, ബീൻസ്, പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും. പിന്നെ വേണ്ടുന്നത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ചേന ചെറുതായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചു. അതുപോലെ കായും. ഇതെല്ലാം ചേർത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് വേവിക്കാൻ വെക്കാം. അതാണ് ഞാൻ ചേന അതിലിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളും വേവാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പരന്ന പാത്രം എടുത്തത്. ഇളക്കാനുള്ള സൗകര്യമല്ല. ഇതിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയാണ് കുറച്ചധികം വേണ്ടിയത്. മഞ്ഞ കളർ വേണ്ട. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. 1 ടീസ്പൂണ് വേണ്ട, അതിൽ കുറച്ച് കുറവായിട്ട് മുളക് പൊടി. അതിന് വെള്ളം കുറച്ച് ഉപയോഗിക്കാം. വെള്ളം കാരണം ഇത് വേവാൻ മാത്രം. വെള്ളം അധികമായാൽ വെള്ളം പോലെ ആയിപ്പോവും. വേവേണ്ട വെള്ളം മാത്രമേ ആക്കാൻ പാടുള്ളൂ. വെള്ളം മതിയാവും. ഇത് വേവാൻ വെക്കാം. ഇതാ ഞാൻ തേങ്ങ ഒതുക്കാൻ വേണ്ടി പോകുന്നേ. വലിയ ഒരു മുറി തേങ്ങയാണ്. തേങ്ങ ഇത്തിരി അധികമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തൈര് ഇതിൽ ഞാൻ ഒഴിക്കുമെന്ന്. തൈര് പുളി നോക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടേ. നല്ല പുളിയുള്ളതാണെങ്കിൽ കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. പുളി കുറഞ്ഞതാണെങ്കിൽ കുറച്ചധികം ഒഴിക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ജീരകം. 2 വേണ്ട, 1.5. ഇതിനി ഒതുക്കിയെടുത്തിട്ട് അതിലേക്ക് ചേർക്കുക ചെയ്യുക. അതിന് ശേഷമാണ് വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ട് ഇടുന്നത്. അവിയൽ നന്നായിട്ട് ശരിക്കും വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല, നേരത്തെ ഇട്ടിട്ടില്ലല്ലോ. ഉപ്പ് പാകത്തിനിടാം. ഇനി നമ്മൾ പിന്നെ തൈരിലാണ് തേങ്ങ ഒന്ന് ഒതുക്കാനേ പാടുള്ളൂ. തൈരും ജീരകവും ആണ് ഞാൻ ഒതുക്കിയിട്ട് ഇതിലിടും. എന്നിട്ട് ഇതേപോലെ തന്നെ ഇത് വെളുത്തുള്ളി ചതച്ചിട്ടിടുക. 1 പിടി വെളുത്തുള്ളി എടുക്കും, അത് ചതച്ചിട്ട് ഇതിലിടും. എന്നിട്ട് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ നനക്കുക. അത് ഞാൻ കാണിച്ചു തരാം. ഇനി അതിലേക്ക് ഒതുക്കിയ തേങ്ങയും തൈരും ജീരകവുമാണ് ഇത് ഇടുന്നത്. നന്നായിട്ട് ഇളക്കുക. ഉപ്പാട്ടം കുറവുണ്ടെങ്കിൽ ഇപ്പം നോക്കിയിട്ടിടണം. അവിയൽ ഏതാണ്ട് റെഡിയായി. ഇതാ വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്. കുറച്ചധികം വേണം ചതച്ചിട്ട്. നന്നായിട്ട് മിക്സ് ആക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ടിങ്ങനെ നന്നായിട്ടിങ്ങനെ ഇളക്കിയിട്ട് മൂടി വെക്കുക. എല്ലാം കൂടെ നല്ല മിക്സായി റെഡിയായിട്ട് വരും.